മക്കളെ 2 ദിവസം മുന്നേ കണ്ട ഒരു പടത്തിന്റെ ഒരു കുഞ്ഞ് റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. 2 ദിവസം മുന്നേ കണ്ടതാണ്. അപ്പോൾ റിവ്യൂ പറയാൻ ലേറ്റ് ആയത് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യമൊക്കെ ആയതാണ് ലേറ്റ് ആയത്. അപ്പോൾ പടത്തിന് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ആകെ 5-10 ബുക്കിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് തിയേറ്ററിൽ പോയിട്ട് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നേരെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്തു. എന്നിട്ട് പടം തുടങ്ങുന്ന ടൈമായിട്ടും ആൾക്കാർ ആകെ ഒരു 10-20 പേരെ ഉള്ളത് കേട്ടോ. ഒന്ന് ആലോചിച്ചു, കാണണോ വേണ്ടയോ, എന്തായാലും ഒന്ന് കണ്ടേക്കാന്ന് വെച്ച് കയറി കണ്ടു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും സങ്കടം കേട്ടോ. ഇത്രയും നല്ല സിനിമക്ക് പോലും ആൾ കയറുന്നില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. സിനിമാ മോഹമായിട്ട് നടക്കുന്ന ഒരാൾ അഭിനയമോഹി ആയതുകൊണ്ടാണോ എന്നറിയില്ല, പടം എനിക്ക് നന്നായിട്ട് കണക്റ്റായി. ഞാൻ പറയുന്നത് ധീരൻ മൂവിയെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ദേവദത്ത് ഷാജിയാണ് അതിൻ്റെ ഡയറക്ടർ. നമ്മുടെ ഭീഷ്മപർവം മൂവിയില്ലേ, ഭീഷ്മപർവം മമ്മൂക്കയുടെ, അതിൻ്റെ റൈറ്ററായിട്ടുള്ള ആളുടെ ആദ്യത്തെ മൂവിയാണ് കേട്ടോ. ആദ്യത്തെ മൂവിയാണെന്ന് പറയില്ല, നന്നായിട്ട് പടം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ളത് മെയിൻ റോളിൽ നമ്മുടെ രാജേഷ് മാധവൻ ചേട്ടൻ, പിന്നെ നടിയായിട്ടുള്ളത് നമ്മുടെ ലവ്ലി മൂവിയിൽ ഇപ്പം കുറച്ച് വൈറലായിട്ട് പോകുന്ന ഒരു സീൻ കണ്ടിട്ടില്ലേ, അതിലെ ആക്ട്രസ്സാണ് അശ്വതി. പിന്നെ ഇതിൽ മെയിനായിട്ട് അഭിനയിച്ച മറ്റാൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജഗദീഷ് ഏട്ടനുണ്ട്, മനോജ് ഏജൻ ചേട്ടനുണ്ട്, വിനീത് ഉണ്ട്, അശോക് ഏട്ടൻ, സുധീഷ് ഏട്ടൻ, പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, ശബരീഷ് വർമ്മ, അഭിറാം രാധാകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ റോള് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തമിഴ്നാട്ടിലായിട്ട് നടക്കുന്ന ഒരു കുഞ്ഞു കഥയാണ്, അടിപൊളിയാണ്. കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ലവ് സീൻ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ആയിട്ട് പോയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ് കേട്ടോ. നിങ്ങളിത് മിസ്സാക്കരുത്, തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണണം. കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടൂല, ലാഗില്ല, ബോറടിപ്പിക്കൂല. ഞാൻ കണ്ടിട്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. മസ്റ്റ് വാച്ച് മൂവിയാണ് മക്കളെ, പൊളിക്ക്.